ഹായ് സ്റ്റുഡൻസ്, SSLCയുടെ സർക്കിൾസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ബോർഡ് എക്സാമിന് ആവശ്യമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ചെയ്യാനായിട്ട് വേണ്ട പോയിൻറ്റ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ എപ്പോഴും ഫിഗർ ഉണ്ടാവും. അപ്പോൾ ആ ഫിഗർ വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, സർക്കിൾസ് എന്ന ചാപ്റ്റർ അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ ടാൻജൻസ് എന്ന ചാപ്റ്റർ നമുക്ക് എളുപ്പമാകത്തുള്ളൂ. കാരണം ഈ രണ്ട് ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ട് പഠിക്കുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ AB എന്ന് പറയുന്ന ഡയമീറ്റർ അഥവാ വ്യാസമാണ്. 3 ആംഗിൾസ് അവിടെ കാണിക്കുന്നുണ്ട്, ACBയും ADEയും AEBയും. അതിലെ ഒരു ആംഗിളിൻ്റെ മെഷർ 110 തന്നിട്ടുമുണ്ട്. മറ്റ് 2 കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ അറിയാവുന്ന മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം AB ഡയമീറ്റർ അഥവാ വ്യാസമാണ്. പിന്നെ ആ ഡയമീറ്ററിൻ്റെ അഥവാ വ്യാസത്തിൻ്റെ 2 അറ്റത്തുമുള്ള പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള കോണിൻ്റെ അളവ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ആ 90 വൃത്തത്തിൻ്റെ അകത്താണ് കോൺ അഥവാ ആംഗിൾ ഫോം ചെയ്യുന്നതെങ്കിൽ അത് 90 കൂടുതലും ആയിരിക്കും. വൃത്തത്തിന് പുറത്താണെങ്കിൽ അത് 90 കുറവുമായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ADB എന്ന കോണാണ് വൃത്തത്തിൽ മുട്ടിയിരിക്കുന്നത്. തന്നിരിക്കുന്ന സിയും ഡിയും ഇയും കൂടെ കൂട്ടുമ്പോൾ 270 തന്നിരിക്കുന്നത്. പക്ഷേ ADB എന്ന കോണിൻ്റെ അളവ് 90 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് നടുക്ക് എഴുതിയിരിക്കുന്ന വട്ടത്തിൽ ഇട്ടിരിക്കുന്ന ആംഗിളിന് പകരം നമുക്ക് 90 എന്ന് എഴുതാം. അപ്പോൾ പിന്നെ എന്താണ് ACB എന്ന് പറയുന്നത് എന്താണ് 110 തന്നിട്ടുണ്ട്. കാരണം വൃത്തത്തിനകത്തേക്ക് വരുമ്പോഴാണ് 90 കൂടുതൽ. അപ്പോൾ 90 കൂടുതലാണല്ലോ 110. അപ്പോൾ ACB 110. ഈ 2 വിലകളും അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് AEB എന്ന കോണിൻ്റെ അളവ് കിട്ടും. ആ ആംഗിളിൻ്റെ അളവ് എന്ന് പറയുന്നത് 110ഉം 90ഉം കൂടെ കൂട്ടുമ്പോൾ 200 200ൻ്റെ കൂടെ 70 കൂട്ടുമ്പോഴാണ് 270 അഥവാ ആംഗിൾ AEBയുടെ അളവ് 70 ഡിഗ്രിയാണ്. ഇനി ഇതേപോലെ തന്നെ ഫിഗർ തന്നിട്ട് ഏത് കോണിൻ്റെ അളവാണ് 110 ഡിഗ്രി, അല്ലെ ഏത് കോൺ C എന്ന പോയിന്റ് അകത്താണോ പുറത്താണോ, വൃത്തത്തിൻ്റെ അകത്താണോ പുറത്താണോ വരുന്നത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ചോദ്യമായിട്ട് ഞാൻ പറയുന്നില്ല, പോയിന്റ്സ് മെയിൻ പോയിന്റ്സ് ആണ് ഈ ഇതിൽ പറയുന്നത്. അതായത് ഇവിടെ ഒരു കോണിൻ്റെ അളവ് 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ആ കോണിൻ്റെ തുടങ്ങുന്നത് Aയിൽ നിന്നും Bയിലേക്കാണ് എന്ന് ഞാൻ ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല, ഞാനിങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ അതേ Aയിൽ നിന്നും Bയിൽ നിന്നും ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കോണും അതേ ആർക്കിൽ അഥവാ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവുകളെല്ലാം 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 കോൺ തന്നിട്ടുണ്ട്. ആ 3 കോണും Aയിൽ നിന്നും Bയിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, അത് ഒരേ ചാപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകൾ തുല്യമായിരിക്കും. അത് 3ഉം 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ Aയിൽ നിന്നും Bയിൽ നിന്നും കേന്ദ്രം അഥവാ സെൻറ്ററായ Oയിലേക്കുള്ള ആംഗിളിൻ്റെ അളവാണ് 120 തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ അതേ Aയിൽ നിന്നും Bയിൽ നിന്നും ആ ആർക്കിലേക്ക് തന്നെ വരുന്ന ഒരു പോയിന്റിലേക്ക് D എന്ന പോയിന്റിലേക്ക് വരുന്ന ആംഗിളിൻ്റെ അളവ് എത്രയാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രം അഥവാ സെൻറ്ററിൽ വരുന്നതിൻ്റെ നേർപകുതിയായിരിക്കും സർക്കിളിൽ വരുന്നത്. അതും ശ്രദ്ധിക്കുക. ഈ 2 പോയിന്റ്സും കൂടെ മിക്സ് ചെയ്തും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഇവിടെ ആംഗിൾ BACയും ആംഗിൾ ABCയും കാണണം. ഇവിടെ തന്നിരിക്കുന്നത് Bയിൽ നിന്നും Cയിൽ നിന്നും സെൻറ്ററിലേക്ക് വരുന്ന ആംഗിളാണ്. സെൻറ്ററിലേക്ക് വരുന്ന ആംഗിളിൻ്റെ അളവ് 40. അതേ Bയിൽ നിന്നും Cയിൽ നിന്നും സർക്കിളിലേക്ക് പോകുന്ന ഒരു ആംഗിളാണ് ആംഗിൾ A. അപ്പോൾ അത് 40ൻ്റെ പകുതിയായ 20 ആയിരിക്കും. ഇനി അത് പാസ് ചെയ്ത് ആ AC എന്ന സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്നത് സെൻറ്ററിൽ കൂടെയാണ്, കേന്ദ്രത്തിൽ കൂടെയാണ്. അപ്പോൾ അത് അതിൻ്റെ വ്യാസമാണ്.
അപ്പോൾ വ്യാസത്തിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് ആയ എയിൽ നിന്നും സിയിൽ നിന്നും ആ സർക്കിളിലേക്ക് വരുന്ന കോണിൻ്റെ അളവാണ് ആംഗിൾ ABC. അതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, അഥവാ 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് BDCയുടെ അളവ് കാണും. ഇവിടെ BDC കാണാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഇതിനെ നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം ആക്കി മാറ്റണം. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ആ ക്വാഡ്രിലാറ്ററൽ ആ ചതുർഭുജത്തിൻ്റെ 4 വെർട്ടെക്സും സർക്കിളിൽ കിടക്കണം. ഇവിടെ 3 എണ്ണം ബിയും ഡിയും സിയും സർക്കിളിൽ കിടപ്പുണ്ട്, പക്ഷേ O സെൻറ്ററിലാണ്. പക്ഷെ അത് സർക്കിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവിടെ എക്സ്ട്രാ വരയ്ക്കുന്നു. അവിടെ BOC എന്ന് പറയുന്ന സെൻറ്ററിലുള്ള ആംഗിളിൻ്റെ അളവ് 100 ആണെങ്കിൽ സർക്കിളിൽ വരുമ്പം അത് 100ൻ്റെ പകുതിയായ 50 ഡിഗ്രി ആകും. ഇനി നോക്കിക്കേ, ആ ABDC എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അഥവാ ചക്രീയ ചതുർഭുജമാണ്. അതിൻ്റെ എതിർവശത്ത് കിടക്കുന്ന 2 കോണുകളാണ് എയും ഡിയും. ആ എയും ഡിയും കൂടെ കൂട്ടുമ്പോൾ 180 ആകണം. അഥവാ എയുടെ അളവ് 50 ആണെങ്കിൽ ഡിയുടെ അളവ്, അതായത് BDC, ഡി അല്ലേ നടുക്കത്തെ ആൽഫബറ്റാണ് എപ്പോഴും നോക്കേണ്ടത്. അത് 180ൽ നിന്ന് 50 കുറയ്ക്കുമ്പോൾ 130 കിട്ടും. ഒന്നും കൂടെ പറയാം, ഫിഗറിലേക്ക് നോക്കിക്കോ. എയും ഡിയും സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ എയും ഡിയും കൂടെ കൂട്ടുമ്പോഴാണ് 180 കിട്ടേണ്ടത്. അഥവാ 50 ആണെങ്കിൽ മറ്റേത് 180ൽ നിന്ന് 50 കുറയ്ക്കുമ്പോൾ 130 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കുക. BOCയും BDCയും കാണണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മറ്റേതിൻ്റെ നേരെ തിരിച്ച്, അതായത് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നാൽ സർക്കിളിൽ ഉണ്ടാക്കുന്നതാണ് നേരത്തെ ചോദിച്ചത്. ഇവിടെ നേരെ തിരിച്ച് സർക്കിളിലുള്ളത് തന്നിട്ടുണ്ട്, സെൻട്രലിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കിളിലുള്ളതിൻ്റെ ഇരട്ടിയാണ് സെൻറ്ററിലുള്ളത്. അപ്പോൾ ബിയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിലേക്ക് ഫോം ചെയ്യുന്ന ഒരു ആംഗിളാണ് 40 ഡിഗ്രി. അതേ ബിയിൽ നിന്നും സിയിൽ നിന്നും സെൻറ്ററിലേക്ക് വരുമ്പോൾ 40യുടെ ഇരട്ടിയായ 80 ആകും. ഇനി ഞാൻ പറഞ്ഞ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇവിടെ ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ABDC എന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് എയും ഡിയും. ആ എയുടെ അളവ് 40 ആണെങ്കിൽ ഡി 180ൽ നിന്ന് 40 കുറച്ചാൽ മതി, അപ്പം 140 കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിക്കേ. ഇവിടെ 4 എണ്ണം കണ്ടുപിടിക്കാണ്ട്, ACBയും ABCയും BACയും AFBയും. ഇവിടെ തന്നിരിക്കുന്ന ആദ്യം നോക്കുക. എയിൽ നിന്നും ബിയിൽ നിന്നും സർക്കിളിലേക്ക്, അതായത് ഡി എന്ന ആംഗിൾ ഫോം ചെയ്തത് 80 ആണ്. അതേ എയിൽ നിന്നും ബിയിൽ നിന്നും ഇ എന്ന ആംഗിളും സി എന്ന ആംഗിളും അതേ ആർക്കിലേക്ക് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും 80 ആയിരിക്കും. അപ്പോൾ ഈ 3 ആംഗിളും 80 ആയി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ABC ആണ്. ABC എന്ന് പറയുന്നത് ആ AC എന്ന സ്ട്രെയിറ്റ് ലൈൻ സർക്കിളിൻ്റെ സെൻറ്റർ അഥവാ കേന്ദ്രത്തിൽ കൂടെയാണ് പോകുന്നത്, ഓയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ABC 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. അത് നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ഇവിടെ എല്ലാം 2ഉം 3ഉം പോയിൻറ്റ്സ് ഒന്നിച്ച് ഒരൊറ്റ ഫിഗറിൽ ചോദിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇവിടെ ഞാൻ കളർ മാറ്റി തന്നിട്ടുണ്ട്. AFBD അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ ഡി എന്ന ആംഗിൾ 80 ആണെങ്കിൽ AFB നടുക്കത്തെ ആൽഫബറ്റ് F കാണാനായിട്ട് 180ൽ നിന്ന് 80 കുറച്ചാൽ മതി. അപ്പോൾ 100 ഡിഗ്രി കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഇവിടെ 3 എണ്ണം കണ്ടുപിടിക്കാനുണ്ട്. ABD BAC BDC. ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, പക്ഷെ അത് സെൻട്രൽ ആംഗിൾ അല്ല. സെൻട്രൽ ആംഗിളിന് എപ്പോഴും O എന്ന ആൽഫബറ്റേ ഉപയോഗിക്കത്തുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ആൽഫബറ്റ് തന്നാൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കും അത് സെൻട്രൽ ആംഗിൾ ആണ് അല്ലെ സെൻറ്റർ ആണ് എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ നോക്കിക്കേ, എയിൽ നിന്നും ഡിയിൽ നിന്നും സിയിലേക്ക് വന്ന ഒരു ആംഗിളാണ് 20 ഡിഗ്രി. അതേ എയിൽ നിന്നും ഡിയിൽ നിന്നും ബിയിലേക്ക് ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും 20 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് BAC ആണ്. BAC എന്ന് പറയുന്നത് 130ൽ നിന്ന് 20 കുറച്ചാൽ മതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ABE എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ AE എന്ന സൈഡിനെ നീട്ടി പുറത്തേക്ക് വരച്ചപ്പോൾ പുറത്ത് കിട്ടിയ ആംഗിളാണ്, എക്സ്റ്റീരിയർ ആംഗിളാണ് 130. ആ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. അതായത് 120 ട്രയാങ്കിളിനകത്തെ
മറ്റ് രണ്ട് ആംഗിളിൻ്റെ തുകയോട് തുല്യമായിരിക്കും. അപ്പോൾ ഒന്ന് 20 ആണെങ്കിൽ മറ്റേത് 110 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 130 കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നോക്കിക്കേ, ബി ഡി സി ആണ് വേണ്ടത്. ബി എ സി 110 ആണെങ്കിൽ ബി ഡി സിയും 110 തന്നെയായിരിക്കും. കാരണം സെയിം ബിയിൽ നിന്ന് സിയിൽ നിന്നുമാണ്, സെയിം ആർക്കിലേക്കുമാണ്. അപ്പോൾ അതും ബി ഡി സിയും 110 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ട ബി ഒ ഡിയും ആംഗിൾ എയും ആംഗിൾ ഒ സി ബിയും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, ബി ഒ ഡി ആണ് വേണ്ടത്. അതിനു വേണ്ടി ബി സി ഡി തന്നിട്ടുണ്ട്. നോക്കിക്കേ, ബിയിൽ നിന്നും ഡിയിൽ നിന്നും സി എന്ന പോയിന്റിലേക്ക് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ അളവാണ് 30 ഡിഗ്രി. ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അതിന് 30ൻ്റെ ഇരട്ടിയായ 60 ഡിഗ്രി. ഞാൻ ആവശ്യമില്ലാത്ത ആ ലൈനിനെയൊക്കെ ഞാൻ അങ്ങ് മാറ്റി റബ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാവും. ബിയിൽ നിന്നും ഡിയിൽ നിന്നും സർക്കിളിലേക്ക് ആർക്കിലേക്ക് പോകുന്ന ആംഗിളാണ് സി. അത് 30 തന്നിട്ടുണ്ട്. അതേ ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻറ്ററിലേക്ക് വരുമ്പോൾ അത് 30ൻ്റെ ഇരട്ടി 60 ആയിരിക്കും. ഇനി നമുക്ക് നേരത്തെ അവിടെ 80 തന്നിട്ടുണ്ടായിരുന്നു. ആ 80ഉം 60ഉം കൂടെ കൂട്ടുമ്പോൾ 140 ആണല്ലോ. അപ്പോൾ ബി ഒ സി എത്രയായി? 140 ആയി. ഇനി ബി ഒ സി 140 ആണെങ്കിൽ അതേ ബിയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിലേക്ക് ആർക്കിലേക്ക് വരയ്ക്കുന്ന എ എന്ന ആംഗിള് 140ൻ്റെ പകുതിയായ 70 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒ സി ബി ആണ്. ആ ഒ സി ബി കാണാനായിട്ട് നമുക്ക് എന്താ അറിയാവുന്നത്? ഒ ബിയും ഒ സിയും റേഡിയസ് ആണ്, ആരമാണ്. അത് തുല്യമായിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളുകളും തുല്യമായിരിക്കും. ഇവിടെ ഒ എന്ന് പറയുന്ന ആംഗിൾ 140, മറ്റേത് രണ്ടും തുല്യവുമാണ്. ത്രികോണത്തിനകത്ത് ടോട്ടൽ 180 വരണം. അപ്പോൾ 180 140 കളഞ്ഞാൽ ബാക്കി 40 ഉണ്ട്. ആ 40നെ ബിയും സിയും തുല്യമായിട്ട് വീതിച്ചെടുക്കണം. അതായത് ഓരോന്നും 20 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഒ സി ബിയും ഒ ബി സിയും 20 തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന്